ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എനിക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രൈറ്റനിങ് നാച്ചുറൽ ഫേഷ്യലാണ് വീട്ടിൽ തന്നെ. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈദല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ഒരു നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ട് ഒരു വലിയ ഫെസ്റ്റിവലൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു നാച്ചുറൽ ഫേഷ്യൽ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ഫേഷ്യലാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. സോ വേഗം ചെന്നാൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫേഷ്യലിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ്. സോ നമുക്ക് നന്നായിട്ട് ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ ബീട്രൂട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം ബീട്രൂട്ടിനകത്ത് ഒരുപാട് അയൺ കണ്ടന്റും അതേപോലെ വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ എത്ര പിഗ്മെൻറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നെ പെട്ടെന്നൊന്ന് വൈറ്റൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ബീട്രൂട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളപ്പം ഇന്നത്തെ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്. അത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലെൻസിങ്, സ്ക്രബിങ്, പിന്നെ നമ്മുടെ ഫേസ് പാക്ക്. ഈ 3-നകത്ത് ഞാൻ ബീട്രൂട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേഷ്യലിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. എക്സ്ട്രാ ബ്രൈറ്റനിങ് നിങ്ങളുടെ ഫേഷ്യലിന് നിങ്ങൾ എത്ര പിഗ്മെൻറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്ന് തരും കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും, അതായത് നമ്മുടെ ക്ലെൻസിങ് ചെയ്യുന്നത്, സ്ക്രബിങ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ഫേസ് പാക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ നല്ല നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ പാത്രത്തിൽ 2 ടീസ്പൂൺ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മുടെ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇപ്പം ഞാൻ സ്ക്രബിങ്ങിനുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഞാനിവിടെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാനിവിടെ വെച്ചേക്കുന്നത് നമ്മുടെ പഞ്ചസാരയില്ലേ, പഞ്ചസാരയും അതേപോലെ അരി പൊടിച്ചതുമാണ്. അപ്പം ഇത് അരി പൊടിച്ചതും പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ അരി പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ മാത്രം എടുക്കാം. ഷുഗർ എന്ന് വെച്ചാലും ഇതും ഷുഗറും അരിയും കൂടെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ മുഖത്ത് ഒരുപാട് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ക്രബാണ് നമ്മുടെ പഞ്ചസാര, അതേപോലെ തന്നെ അരിപ്പൊടി പിന്നെ എക്സ്ട്രാ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും. അതാണ് ഞാൻ അത് ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ മാത്രം എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഫൈനലായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് മുൾട്ടാനി മുട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബഞ്ചാരാസിൻ്റെ സാൻഡലിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് 1 ചെറിയ ടീസ്പൂൺ നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണ്. നമ്മുടെ സ്കിന്നെ നല്ല വൈറ്റൻ ചെയ്യാനും അതേപോലെ സോഫ്റ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ ഞാനിവിടെ തക്കാളി ജ്യൂസ് എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിൻ ഒരുപാട് തുടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് നന്നായിട്ട് എന്താ പറയുന്നത്, ഒന്ന് ബലത്തിൽ വെക്കാനും അതേപോലെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നെ ടൈറ്റ് ചെയ്യാനും ഓപ്പൺ ആയിട്ടുള്ള പോർട്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസും എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് നാച്ചുറൽ ബ്ലീച്ചിങ് ആണ്. നന്നായിട്ട് സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനായിട്ട്, നന്നായിട്ട് ബ്ലീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇൻറ്റൻസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കളർ തരാനായിട്ട് നല്ലൊരു കാര്യമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടി യൂസ് ചെയ്തത്. എന്നിട്ട് ഫൈനലായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെ വരും. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഫേസിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാനെൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും നന്നായിട്ട് എന്താ പറയുന്നത്, ഇവിടെയൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടില്ലേ. അപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഈ ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് ഒരിക്കലും നമ്മുടെ സ്കിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിച്ചൊഴിച്ച് വെള്ളം കളയരുത്. എപ്പോഴും ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി. അല്ലാതെ വലിച്ച് സ്കിന്നെ പെട്ടെന്ന് താഴോട്ട് ഇങ്ങനെ വലിക്കരുത്.
കാരണം നമ്മളിപ്പം ഭയങ്കര എന്താ പറയുക നല്ല സെൻസിറ്റീവായിട്ടിരിക്കുന്ന സമയമല്ലേ. സോ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. ഞാൻ 20 മിനിറ്റ്സോളം വെച്ചിട്ടില്ല, 15 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് എനിക്ക് ഇത്ര വ്യത്യാസം ഉണ്ടായത്. സോ നിങ്ങളെല്ലാവരും ഈ ഫേഷ്യലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്കിന്ന് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടാണ്, ഇത്തിരി ഇരുണ്ട നിറമാണെങ്കിൽ ഈ ഫേഷ്യൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്രൈറ്റൺ ആക്കാൻ നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. അതിലേക്കും ബൈ.